പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 27-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ചൊവ്വാഴ്ച നമുക്ക് ഏവർക്കും എല്ലാ നിലകളിലും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മീഖ പ്രവചനം 5-ാം അധ്യായം 8-ാം വാക്യം. ദ ബുക്ക് ഓഫ് മീഖ ചാപ്റ്റർ 5 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ, അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻ കൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും. അത് അകത്ത് കടന്നാൽ ചവിട്ടി കടിച്ചു കീറിക്കളയും, വെടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ കാലഘട്ടങ്ങളിൽ മോരസ്ത്യനായ മീഖ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇസ്രയേലിനും ശമരിക്കുമെതിരെ ദൈവിക ആലോചന വളരെ ശക്തമായി പറയുകയും അവരെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതികൾ അറിയിക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് മീഖ. പ്രത്യേകിച്ച് ആദ്യ അധ്യായത്തിൽ വളരെ ശക്തമായി പറയുന്നുണ്ട്, തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം തന്റെ കോപം നിങ്ങളുടെ മേൽ ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അതുപോലെ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി, അകന്നുപോയി. എന്നാൽ മുൻപോട്ടുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൽ നിന്നും യാക്കോബ് ഗ്രഹത്തിന്റെ ഒരു ശേഷിപ്പ് ദൈവത്തിന്റെ ഹിതത്താൽ പുറത്തു വരുമ്പോൾ അവർ എങ്ങനെയായിത്തീരും, അവരെക്കുറിച്ചുള്ള അരുളപ്പാട് 5-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 6, 7, 8, 9 വാക്യങ്ങളിൽ ആവർത്തിച്ച് പ്രവാചകൻ പറയുന്നതിൽ ഒരു വാക്യമാണ് 8-ാമത്തെ വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. ദൈവത്താൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട ശേഷിപ്പുള്ള യാക്കോബ് ഗ്രഹത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ജാതികളുടെ മുമ്പിൽ, അനേക വംശങ്ങളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേൽ ജനത്തെ പലവിധങ്ങളിൽ പീഡിപ്പിച്ച, ചിന്നിച്ചിതറിപ്പിച്ച അനേക ജാതികളുടെ മുമ്പിൽ എങ്ങനെയാണ് കാട്ടിലെ രാജനായ സിംഹം പോലെ ആട്ടിൻകൂട്ടത്തിനിടയിലേക്ക് കയറി ചെന്ന ബാലസിംഹം പോലെ അജയ്യരായി, ശക്തരായി മുന്നേറും. അതെ, ആ ജാതികളെയും വംശങ്ങളെയും അവർ ചവിട്ടിക്കളയും. അവരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു ജനതയുടെ, ഒരു കൂട്ടത്തിന്റെ, ഒരു ശേഷിപ്പിന്റെ അവസ്ഥയാണ് പ്രവാചകൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും എന്തെല്ലാം നടന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ കൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും അവയിലൊന്നും പെടാതെ
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ധാർമ്മിക മൂല്യം കൈമുതലാക്കി ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മെ സ്വർഗത്തിലെ ദൈവം ശക്തമായി നിലനിർത്തും. നമ്മെ നശിപ്പിക്കുവാൻ ഒരു ശത്രുവിനും ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ കഴിയും. ശരിയാണ്, കഴിഞ്ഞ നാളുകളിൽ ശത്രു പല നിലകളിൽ നമ്മെ വേദനിപ്പിച്ചു, പിച്ചി ചീന്തി ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സന്തോഷത്തെ, കുടുംബജീവിതത്തെ, സാമ്പത്തിക ഭദ്രതയെ, അതിലൊക്കെ ഉപരിയായി നമ്മുടെ ആത്മീക മുന്നേറ്റത്തെ പിശാച് നോട്ടം വെച്ച് പല വിധങ്ങൾ നമ്മെ കശക്കി എറിയുവാൻ പദ്ധതിയിട്ടു. എന്നാൽ ദൈവകൃപയിൽ പ്രാർത്ഥനയോടെ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ തമ്പുരാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അതെ, കാട്ടിൽ ശക്തനായി ഗർജിച്ച് അലറി കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കുന്ന, പിടിച്ചമക്കുന്ന കാട്ടിലെ രാജാവായ സിംഹത്തെ പോലെ ആട്ടിൻ കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചെല്ലുന്ന ബാലസിംഹം പോലെ ഒരു ദൈവ പൈതൽ തങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ നേരെ ശക്തനായി, അജയ്യനായി മുന്നേറും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ചില പ്രത്യേക വിഷയത്താൽ വ്യാകുലപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. നിങ്ങളുടേതല്ലാത്ത ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽ വളരെ പെട്ടെന്ന് നേരിട്ട അത്യാഹിതങ്ങൾ, കുഞ്ഞുങ്ങളിൽ നേരിട്ട ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അഡ്മിഷൻ സംബന്ധമായ ചില വിഷയങ്ങൾ, നിയമസംബന്ധമായ ചില പ്രതികൂലങ്ങൾ, ഈ വരുന്ന ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നടത്തിയെടുക്കേണ്ട ചില നിയമ ഇടപാടുകൾ, വ്യവഹാര സംബന്ധമായ ചില വിഷയങ്ങൾ എന്നു വേണ്ട ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഭാരപ്പെടുന്ന ദൈവമക്കളെ, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, പിന്തിരിഞ്ഞു പോകരുത്. കാരണം സകല ജാതികളുടെയും ഇടയിൽ, സകല വംശങ്ങളുടെയും ഇടയിൽ ഒരു സിംഹത്തെ പോലെ തമ്പുരാൻ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകും. നാം നമ്മുടെ ശത്രുക്കളെ ചവിട്ടിക്കളയും. നമ്മുടെ കയ്യിൽ നിന്ന്, അഥവാ ഒരു ദൈവ പൈതലിന്റെ കയ്യിൽ നിന്ന് ശത്രു ഒരു വിധത്തിലും നമ്മെ തൊടാതെ വണ്ണം, അല്ലെങ്കിൽ ശത്രു നമ്മെ ഒരു വിധത്തിലും കീഴ്പ്പെടുത്താതെ വണ്ണം, ശത്രു നമ്മെ തകർത്ത് കളയാതെ വണ്ണം ഹല്ലേലൂയ കൂടെ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും കഴിയാതെ വണ്ണം ദൈവകൃപയാൽ നമ്മെ പൊതിയും, നമ്മുടെ കുടുംബാംഗങ്ങളെ പൊതിയും. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സ്വർഗം ജയമെടുക്കും. ഈ ഒരു വലിയ ഉത്തമ വിശ്വാസത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപക്ഷെ ഇന്ന് യാത്ര പോകുന്നവർ ഉണ്ടായേക്കാം. ചില പ്രത്യേക തീരുമാനത്തോടെ ചില വ്യക്തികളെ കാണാൻ പോകുന്നവർ ഉണ്ടായേക്കാം. ആശുപത്രി സംബന്ധമായ വിഷയങ്ങളിൽ കടന്നു പോകുന്നവർ ഉണ്ടായേക്കാം. ബാങ്ക് ജപ്തി, സാമ്പത്തിക പ്രതിസന്ധി, നിയമക്കുരുക്കുകൾ, ഇവയിൽ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ രാവിലെ യാത്ര തിരിക്കുകയായിരിക്കാം. ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക. അതെ, ജാതികളുടെ മേൽ, സകല വംശങ്ങളുടെ മേലും നമുക്ക് അധികാരവും വിജയം നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു വലിയ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും വചനത്തിന്റെ ഉറപ്പോടും ഇന്നിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, കരുതൽ, സമാധാനം നാം ഏവരോടും കൂടെയിരിക്കട്ടെ. നാം ഇറങ്ങിത്തിരിക്കുന്ന സകല കാര്യത്തിലും വിജയം നേടി അനുഗ്രഹത്തോടെ മടങ്ങി വന്ന് തമ്പുരാന് നന്ദി കരേറ്റുവാൻ
കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതെ, ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നിറയട്ടെ. അങ്ങനെ ആ നിറവിൽ വളരെ വിടുതൽ പ്രാപിച്ച് സ്തോത്രത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രവൃത്തികൾ മുഖാന്തരം ദൈവം തന്നെ ഞങ്ങൾക്കെതിരായി ഞങ്ങളെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും എത്തിച്ചാലും ദൈവവചനപ്രകാരം മടങ്ങി വന്ന് ഒരു ശേഷിപ്പായി നിലകൊള്ളുമ്പോൾ ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ വേദനിപ്പിച്ച, നിന്ദിച്ച, ബുദ്ധിമുട്ടിച്ച ഞങ്ങളുടെ ശത്രുക്കളുടെ മേൽ, സകലവിധ അന്ധകാര കെട്ടുകളുടെ മേൽ കാട്ടിലെ രാജാവായ സിംഹത്തെ പോലെ ഞങ്ങളെ അഴിച്ചുവിടുകയും ഞങ്ങളുടെ ശത്രുവിനെ ചവിട്ടിക്കളഞ്ഞ് വിടുതലോടെ ജയത്തോടെ നിർത്തുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട സ്വർഗീയ ഉറപ്പിനായി സ്തോത്രം. അപ്പാ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പന്റെ കൃപയാൽ ഞങ്ങളെ നടത്തണമേ. ഇന്നത്തെ ദിനം ഞങ്ങളുടെ സകല കാര്യങ്ങളിലും ദൈവകൃപ അമിതമായി വ്യാപരിക്കണമേ. ദൈവജനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളാൽ നിറച്ച് അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലെ ഒരു ധന്യ പ്രവാചക ശുശ്രൂഷ ചെയ്ത മീഖ പറഞ്ഞ ഈ ദൈവവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. നാം ഇന്ന് ഇറങ്ങിത്തിരിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വിടുതലിന്റെ ദിനമാക്കി തീർക്കട്ടെ. അങ്ങനെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിഞ്ഞ് ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും സന്തോഷപ്രദമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.